അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടെറസിട്ട നല്ല വൃത്തിയുള്ളൊരു വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചെറിയ വില ചോദിക്കുന്നുള്ളൂ കേട്ടോ. വളരെ മാന്യമായ വിലയാണ്. തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭമാണ്. നല്ലൊരു വൃത്തിയുള്ള വീടാണ്. നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. ബസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 150 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിദൂരം, വാക്കിംഗ് ഡിസ്റ്റൻസ്. അതായത് ടാറിങ് റോട്ടിൽ നിന്ന് സൈഡിൽ കൂടെ ഒരു മഡ് റോഡാണ്. ഫസ്റ്റ് കാണുന്ന വീട് നമ്മളെ വീടാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് 2 വീട് വേറെയൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിലെ സൈഡിൽ കൂടെയാണ് നമ്മളെ വീട്ടിലേക്കുള്ള വഴി വാഹനങ്ങൾ വരിക. നേരെ ഫ്രണ്ടിൽ കാണുന്നത് ടാറിങ് റോഡാണ്. ഇനി അവിടുന്ന് സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഏകദേശം സമചതുരമായിട്ടുള്ള ഒരു പ്ലോട്ടാണ്. നല്ല കായ്ഫലമുള്ള ഒരു തെങ്ങുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. മലപ്പുറം ജില്ലയിലാട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇതിന് കറക്റ്റ് ലൊക്കേഷൻ, ഇതിൻ്റെ വില എല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. വലിയ പഴക്കമില്ലാത്ത വീടാണ്. നല്ല നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇനി ഫ്രണ്ട് ഭാഗത്ത് ചെറിയൊരു മതിൽ കുത്തണം. ഈ സൈഡിലും ചെറിയ ഒരു 2 വരി 3 വരി ഹോളോ ബ്രിക്സ് കുത്തി കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും വീട്. ഇവിടെ ഒരു കിണറുണ്ട്. അതായത് നിലവിൽ വീട്ടിൽ പൈപ്പ് ലൈൻ കണക്ഷനാണുള്ളത്. ഇവിടെ ഒരു ഓസ് പോകണമെന്ന്, പച്ച പൈപ്പ് പോകണുണ്ടോ. അപ്പോൾ മുകളിലത്തെ വീട്ടിലേക്ക് ഈ ഒരു തൊടിയിൽ ഒരു കിണറുണ്ട്. അപ്പോൾ അതിൽ വെള്ളം വറ്റാത്തൊരു കിണറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കിണർ കുഴിച്ച് കഴിഞ്ഞാലും വെള്ളം കാണുന്നൊരു ഏരിയയാണ്. നിലവിൽ ഇതിൽ പൈപ്പ് ലൈൻ കണക്ഷനാണുള്ളത്. ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട്, 2 ബെഡ്റൂം, അതുപോലെ തന്നെ ഒരു ഹാള്, കിച്ചണ്, ഉള്ളിൽ കോമൺ ബാത്റൂം, ഇത്രയും ഫെസിലിറ്റീസാണ് വീട്ടിലുള്ളത്. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് വെട്രിഫൈഡ് ടൈലാണ്. ഇവിടെ ഉണ്ടോ, തൂണിലൊക്കെ ഫില്ലറിലൊക്കെ നല്ല സ്റ്റോണിലൊക്കെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം കുറച്ചൊരു ഏരിയ ഇതുപോലുള്ള ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഷീറ്റ് ഇട്ടതാണ്. അത് മുറ്റത്തേക്ക് നമ്മുടെ തിണ്ടിൽമേക്ക് വെള്ളം വരാത്ത രീതിയിൽ നല്ല ചെറിയ രീതിയിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഉൾഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ നിന്ന് ഫസ്റ്റ് ഒരു ഹാളിലേക്കാണ്. മെയിൻ ഡോറ് സിംഗിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല വെട്രിഫൈഡ്, നല്ല ക്രീം ലുക്കിലുള്ള വെട്രിഫൈഡ് ടൈലാണ് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുള്ളത്, കിച്ചൺ ഒഴികെ. അതുപോലെ തന്നെ ചുമരൊക്കെ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്. ചുമരിൽ ഈ ഭാഗത്തായിട്ട് അവിടെ ഷോക്കേസ്, റാക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് നല്ല അടിപൊളി ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു വീട്. വലിയ പഴക്കമില്ലാത്ത വീടാട്ടോ. ഒരു എൽ ഷേപ്പിലുള്ള ഹാളാണ് വരുന്നത്. ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടൊരു വാൾ ഹാങ് ടൈപ്പ് ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള 2 ഭാഗം വിൻഡോസൊക്കെ, 3 2 വിൻഡോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹാളിൽ വരുന്ന ബാത്റൂം. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ ഫുള്ളായിട്ട് നല്ല അടിപൊളി ഡിജിറ്റൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിങ്സൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ട് CP ഫിറ്റിങ്സൊക്കെയാണ്. നല്ല ഷവർ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നും പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നുമല്ല. ഇനി ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇതിൽ ജനൽ കർട്ടൻസ് ഒന്നും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ വിൻഡോസിന് നടുവിലത്തെ ജനൽ പൊളിക്കൊക്കെ 2 ഡബിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കിളിവാതിലേക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചുമരിലിവിടെ നല്ല രീതിയിലൊരു അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വീട്ടിലെ മറ്റൊരു ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൽ 2 ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ്. ചുമരിൽ ഇതുപോലുള്ള റാക്ക്, അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഈ റൂമൊന്നും വല്ലാണ്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. വലിയ പരിക്കില്ലാത്തൊരു വീടാണ്. വലിയ പഴക്കമില്ല. അതായത് വീട്ടിലെ ആളുകൾ ജോലിക്കാരാണ്. 2 പേരുള്ള 2 പേരും ജോലിക്കാരാണ്. ഇനി നേരെ കാണുന്നത് ഈ വീട്ടിലെ കിച്ചണാണ്. അപ്പോൾ കിച്ചൺ സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ അടിഭാഗത്ത് മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഷീറ്റില്ല കേട്ടോ, ടൈൽസ് തന്നെയാണ്. 2 സൈസിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. കിച്ചൺ സ്ലാബ് ഇവിടെ ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ റാക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സിങ്ക് ഉണ്ട്.
അപ്പോൾ വീട് നല്ല വൃത്തിയുള്ള വീടാണ്. ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു ലോ ബഡ്ജറ്റ് വീട്. ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇനി വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ നമ്മൾക്ക് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഒരു വർക്ക് ഏരിയ അതുപോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് നമ്മൾ അടുക്കളയുടെ ഭാഗത്തുണ്ട്. ജസ്റ്റ് ഇനി വീടിൻ്റെ ചുറ്റുഭാഗം ഞാൻ ഒന്ന് ചുറ്റി കാണിച്ചു തരാം. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം, ഇത് സൈഡ് ഭാഗം. ഈ മണ്ണെടുത്തിട്ടുള്ള ഈ ഭാഗം കേട്ടോ അതിൽ വരുന്നത്. പിൻഭാഗത്തേക്ക് സൈഡ് ഭാഗത്തേക്ക് ഇവിടെ കുറച്ച് ഏരിയ റബ്ബറാണ്. സൈഡ് ഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഇതാണ് പിൻഭാഗത്തെ അതിര് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം സൈഡ് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റമുണ്ട്. അത് വീട് ഒരു സൈഡിലാണ് നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റം സൈഡ് ഭാഗത്ത് ഇതൊക്കെ ഉണ്ട്. നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിങ് റോഡുണ്ട്. അപ്പോൾ 5 സെൻറ്റ് സ്ഥലം, അതിൽ നിങ്ങൾ ഈ കണ്ട 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടെറസ് ഇട്ട നല്ല വൃത്തിയുള്ളൊരു വീട്. വളരെ വ്യക്തമായിട്ട് വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഉൾഭാഗങ്ങൾ അതുപോലെ തന്നെ ചുറ്റുഭാഗങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഫോണിൽ കൂടെ സംസാരിക്കാം. മലപ്പുറം ജില്ലയിലെ ചിറ്റത്തുപാറ എന്ന് പറയുന്ന സ്ഥലം, അതായത് മലപ്പുറം ജില്ലയിലെ ആനക്കയം പന്തല്ലൂർ റൂട്ടിൽ പുളിലങ്ങാടി കഴിഞ്ഞിട്ട് ചിറ്റത്തുപാറ പാലം എത്തുന്നതിന് മുന്നായിട്ട് കളത്തിങ്ങൽപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. കളത്തിങ്ങൽപ്പടി ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് ഇതിൻ്റെ മുന്നിൽ നേരെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ചെറിയ ഡിസ്റ്റൻസ്, ഏകദേശം ഒരു 150 മീറ്റർ ഡിസ്റ്റൻസ്, വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിദൂരമുള്ളൂ. നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട്. നല്ല വൃത്തിയുള്ള വലിയ പഴക്കമില്ലാത്ത നല്ലൊരു വീടുണ്ട്. 17 ലക്ഷം രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വില. ഇനി നമുക്ക് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. മലപ്പുറം ജില്ലയിലെ ആനക്കയം പന്തല്ലൂർ റൂട്ടിൽ കളത്തിങ്ങൽപ്പടി എന്ന് പറയുന്ന സ്ഥലം, 5 സെന്റ് സ്ഥലം. നിങ്ങൾ ഈ കണ്ട ടെറസിട്ട നല്ല വൃത്തിയുള്ള ഒരു വീട്, വഴി സൗകര്യമൊക്കെ ഉണ്ട്, നല്ലൊരു വൃത്തിയുള്ള വീട്. 17 ലക്ഷം രൂപ, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലുള്ള ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് വീടുകൾ ഇങ്ങനെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീടുകൾ നമ്മൾക്ക് പരിചയപ്പെടുത്താനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചു തരികയുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.